ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-25 വർഷത്തെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 to 5. റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി മൈ മിസ്റ്റീരിയസ് പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ നമുക്ക് ദ മിസ്റ്റീരിയസ് പിക്ചർ എന്നതിലെ കുറച്ച് ഭാഗം, ആ സ്റ്റോറിയിലെ കുറച്ച് ഭാഗമാണ് തന്നിട്ടുള്ളത്. അത് വായിച്ച് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാസേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി അറിയാവുന്നതാണ്. നമ്മുടെ ടൈല് പിക്ചർ വരക്കാൻ പോയപ്പോൾ എന്താണ്, അവിടെയുള്ള ഓരോരുത്തരുടെ പിക്ചർ വരക്കാൻ പറഞ്ഞു. പക്ഷെ അതിലൊന്നും യാതൊരു അപാകതയും വരുത്താതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു പാസേജാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യങ്ങളും ആൻസേഴ്സും നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സർ പെയിൻറ്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി, മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഹൂ ഈസ് ദ പെയിൻറ്റർ മെൻഷൻഡ് ഹിയർ. എന്താണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ പെയിൻറ്റർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് പെയിൻറ്ററെ കുറിച്ചിട്ടാണ് ഈ പാസേജിൽ പറയുന്നത്? ദ പെയിൻറ്റർ മെൻഷൻഡ് ഹിയർ ഈസ് ടൈൽ അല്ലെങ്കിൽ ടിൽ എന്നും നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ത്രീറ്റ് ബൈ ദ എൽഡർലി ലേഡി. എൽഡർലി ലേഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ദ എൽഡർലി ലേഡി ത്രെറ്റൻഡ് ടൈൽ ദാറ്റ് if he didn't make her look young and beautiful and remove the hem of her back, she would have him torn to pieces. എന്താണ്, ആ ലേഡിയെ ഭയങ്കര യങ്ങും ബ്യൂട്ടിഫുള്ളും ആക്കണം, അതുപോലെ തന്നെ അവരുടെ ബാക്കിലുള്ള ഹമ്പൊക്കെ റിമൂവ് ചെയ്യണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, why did the young lady want to draw her portrait with a perfect set of pearly teeth? എന്തുകൊണ്ടായിരുന്നു ആ ഒരു യങ് ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് പോർട്രേറ്റിലുള്ള പിക്ചർ വളരെ പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ പേളി ടീത്തുമുള്ള ആയിരിക്കണമെന്ന് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരുന്നു? ദ യങ് ലേഡി വാണ്ടഡ് ഹെർ പോർട്രേറ്റ് വിത്ത് എ പെർഫെക്റ്റ് സെറ്റ് ഓഫ് പേളി ടീത്ത് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident and wanted to see herself smiling with perfect teeth. അവരുടെ 3 ടീത്ത്, ഫ്രണ്ടിലെ 3 ടീത്ത് ഒരു ആക്സിഡൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇതുപോലെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഭയങ്കര സ്മൈലി ആയിട്ടുള്ള പിക്ചർ വേണം, കാരണം അവർക്കിപ്പോൾ പല്ലില്ല, അതുകൊണ്ടാണ് അങ്ങനെ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ദ ആർച്ച്ഡ്യൂക്ക് ഡു ഇറ്റ് ചൈൽഡ് ഡിഡ് നോട്ട് ഡ്രോ ദ പോർട്രേറ്റ് പെർഫെക്റ്റ്ലി. ആർച്ച്ഡ്യൂക്ക് എന്താ പറഞ്ഞത്? ആർച്ച്ഡ്യൂക്കിനെ പെർഫെക്റ്റ് ആയിട്ട് വരച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ടൈലിനെ ചെയ്യുമെന്നായിരുന്നു ആർച്ച്ഡ്യൂക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ ആർച്ച്ഡ്യൂക്ക് threatened to have Tile stolen like a pig if he didn't paint his portrait and those of the courtiers perfectly, including every detail like moles, pimples or grey hair. എന്താ പറഞ്ഞത്? അവിടെ ഉണ്ടായിരുന്ന ആ കോർട്ടേഴ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും പിക്ചേഴ്സും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് വരക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, pick out a word from the passage that means the state of not having something. എന്താണ്, ഒന്നും തീരെയില്ല അല്ലെങ്കിൽ കുറഞ്ഞ് എന്നുള്ള ഒരു അവസ്ഥയിലുള്ള ആ അവസ്ഥയ്ക്ക് പാസേജിൽ എന്ത് വാക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു? ദ വേർഡ് ഫ്രം ദ പാസേജ് ഈസ് ലാക്ക് എന്ന വാക്കായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 to 9. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോം താജ്മഹൽ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ തന്നിട്ടുള്ളത് താജ്മഹൽ എന്ന പോമാണ്. അത് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യു നോ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ ദാറ്റ് ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനോൺ all float away down and the stream of time. Your only dream was to preserve forever your heart's pain. The harsh thunder of imperial power would fade into sleep like a sunset's crimson splendor, but it was your hope that at least a single eternally haved sigh would stay to grieve the sky. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോം. ഇനി നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് ആർ ദ ട്രാൻസിയൻറ്റ് തിങ്സ് ഇൻ ലൈഫ്. ലൈഫിലെ ട്രാൻസിയൻറ്റ് തിങ്സ് എന്തൊക്കെയാണെന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു പോയറ്റ് പറയുന്നുണ്ടായിരുന്നത്? അക്കോർഡിംഗ് ടു ദ പോയറ്റ് ദ ട്രാൻസിയൻറ്റ് തിങ്സ് ഇൻ ലൈഫ് ആർ ലൈഫ്, യൂത്ത്, വെൽത്ത് ആൻഡ് റിനോൺ. ഇത് 4 ട്രാൻസിയൻറ്റ് തിങ്സ് എന്നാണ് പോയറ്റ് പറയുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡ്രീം ഓഫ് ഷാജഹാൻ. ഷാജഹാൻ്റെ ഡ്രീം എന്തായിരുന്നു? ഷാജഹാൻസ് ഡ്രീംസ് വാസ് ടു പ്രിസർവ് ഫോർ എവർ ദ പെയിൻ ഇൻ ഹിസ് ഹാർട്ട്
വിച്ച് ഹി ഡിഡ് ബൈ ബിൽഡിംഗ് ദ താജ്മഹൽ ഇൻ മെമ്മറി ഓഫ് ഹിസ് ബിലോവ്ഡ് വൈഫ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള മുംതാസിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം താജ്മഹൽ കഴിപ്പിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സങ്കടമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ദെൻ 8th one, write an example of simile from the lines given above. മേലെ തന്നിട്ടുള്ളതിൽ നിന്നും സിമിലി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. An example of a simile is like a sunset, crimson splendor. Okay, 9th one, pick out an instance of auditory image from the above lines. മേലെ തന്നിട്ടുള്ള ലൈൻസിൽ നിന്നും ഓഡിറ്ററി ആയിട്ടുള്ള അഥവാ നമുക്കൊരു വിഷ്വലായിട്ടുള്ള ഒരു കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇമേജ് തരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഇൻസ്റ്റൻസ് ഓഫ് ഓഡിറ്ററി ഇമേജ് ഈസ് ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ എന്നുള്ളതാണ്. ഓക്കെ, അത്രയും ആ ഒരു ഹാർഷ് തണ്ടർ, അത്രയും ശക്തമായിട്ടുള്ള ഒരു തണ്ടറിൽ നിന്ന്, ഒരു ഇടിമിന്നലിൽ നിന്നാണ് എന്താണ് അത്രയും ഒരു പവറാണ്, ഇമ്പീരിയൽ പവറാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഓഡിറ്ററി ഇമേജാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, next question number 10 to 14. The following table shows the performance of a few batters in 2020 World Cup 2024. Study the table and answer the questions that follow. നാളെ നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്, അത് പഠിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഹൂ വെർ ദ ഹോസ്റ്റസ് ഓഫ് ദ 2020 വേൾഡ് കപ്പ് 2024? എന്താണ് 2020 വേൾഡ് കപ്പ് എവിടെയായിരുന്നു ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എവിടെയായിരുന്നു? US ആൻഡ് വെസ്റ്റ് ഇൻഡീസ് ആണ്. ഓക്കെ, US ആൻഡ് വെസ്റ്റ് ഇൻഡീസ്. Then 11th question, which country has 2 players in the top 5 position? ഏത് കൺട്രി ആയിരുന്നു 2 പ്ലെയേഴ്സ് ഏറ്റവും ടോപ്പ് ആയിട്ടുണ്ടായിരുന്നത്? അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു. Then 12th one, what is the highest total runs of the batter in the 2020 World Cup? 2081 and okay. Then 13th one, the lowest average was attained by Quinton de Kock ആയിരുന്നു. ഓക്കെ, ഇത് നെയിമാണ് Quinton de Kock. 14th one, name the Indian batter who scored the second highest runs in the 2020 World Cup. ആരായിരുന്നു? രോഹിത് ശർമ്മയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് റോബർട്ട് ലീ ഫ്രോസ്റ്റ് യൂസിങ് ദിസ് ഗിവൺ ഡാറ്റ. താഴെ നമുക്ക് റോബർട്ട് ലീ ഫ്രോസ്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് നെയിം റോബർട്ട് ലീ ഫ്രോസ്റ്റ്, ബോൺ 26 മാർച്ച് 1874, സാൻ ഫ്രാൻസിസ്കോ USA, ഒക്യുപ്പേഷൻ പോയറ്റ്, പ്ലേ റൈറ്റ്, അതുപോലെ തന്നെ മേജർ വർക്ക്സ് എ ബോയ് വിൽ, നോർത്ത് ഓഫ് ബാസ്റ്റൺ, ഹോം ബുറിയൽ, The Road Not Taken, awards the Pulitzer Prize for Poetry, then Congressional Gold Medal, അതുപോലെ തന്നെ ഡെഡ് തന്നിട്ടുണ്ട് 29 ജാനുവരി 1963 ബോസ്റ്റൺ USA. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? റോബർട്ട് ലീ ഫ്രോസ്റ്റ് വാസ് എൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ്, ബോൺ ഓൺ 26 മാർച്ച് 1874 in San Francisco USA. He is renowned for his profound and often rural-themed poetry. Some of his major works include A Boy's Will, North of Boston, Home Burial, and the iconic The Road Not Taken. Over his lifetime, Frost was honored with several prestigious awards, including the Pulitzer Prize of Poetry and the Congressional Gold Medal. He passed away on 29th January 1963 in Boston, USA. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16-17, ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, 16-17 ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന സ്റ്റോറിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് എന്ന് പറയുന്നത്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആർച്ച്ഡ്യൂക്കിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. ദ ആർച്ച്ഡ്യൂക്ക് ഓഫ് Battenberg in the story The Mysterious Picture is portrayed as a weapon and a authoritative figure who is deeply concerned with appearance and control. എന്താണ് ദ മിസ്റ്റീരിയസ് പിക്ചർ എന്നതിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ബാറ്റൻബർഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ അപ്പിയറൻസും അതുപോലെ കൺട്രോളുമുള്ള ഒരാളായിട്ടാണ്.
He values the grandeur of his court and desires to maintain an image of perfection among his courtiers. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോർട്ടേഴ്സിലുള്ള എല്ലാവരുടെ അടുത്തും വളരെയധികം അതുപോലെ തന്നെ വളരെയധികം പെർഫെക്ഷനുമുള്ള ഒരു ഇമേജ് ആയിട്ടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. വളരെ ആഗ്രഹങ്ങളും വളരെ നല്ല നല്ല കാര്യങ്ങളും വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു ആളായിരുന്നു ആർച്ച്ഡ്യൂക്ക്. His vanity and pride are evident in his demanded for tile to paint his portrait and those of the courtiers with absolute precision. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമ്മുടെ പെയിൻറ്റർ ആയിട്ടുള്ള ടൈല് അല്ലെങ്കിൽ ടില്ലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരുടെയും ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള പിക്ചർ ആയിരിക്കണം, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്ചർ ആയിരിക്കണം വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. He insists and every detail such as moles, pimples or grey hairs be captured perfectly under the threat of severe punishment. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട്, ഈവൻ എന്തൊക്കെയാണ് മോൾസ്, പിമ്പിൾസ്, ഗ്രേ ഹെയേഴ്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ നല്ല സിവിയർ പണിഷ്മെൻറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. The Archduke's character is also marked by his harshness and a cruelty. അതുപോലെ തന്നെ ആർച്ച്ഡ്യൂക്കിനെ നമുക്ക് വളരെ ഹാർഷ്നെസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടും നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. He uses intimidation to get what he wants, a threatening to have till salted like a pig if the portraits are not to his satisfaction. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം വിചാരിക്കുന്ന പോലെ ആ പെയിൻറ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില്ലിന് നല്ല പണിഷ്മെൻറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ദിസ് റിവീൽസ് ഹിസ് ലാക്ക് ഓഫ് എംപതി ആൻഡ് ഹിസ് വില്ലിങ്നെസ് ടു റിസോർട്ട് ടു വയലൻസ് ടു എൻഷുർ ഹിസ് ഡിസയേഴ്സ് ആർ മെറ്റ്. ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ലാക്ക് ഓഫ് എംപതിയും അതുപോലെ തന്നെ നല്ല വയലൻസ് ആയിട്ടുള്ള ഒരാളെയുമാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് വയലൻ്റ് ആകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Despite his wealth and power, he is insecure about his appearance and legacy, which derives his opposition with perfection. എന്താണ് അദ്ദേഹത്തിൻ്റെ വെൽത്തും പവറുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം അദ്ദേഹം അത്രയും പവറുള്ള ഒരു ആളാണല്ലേ, അതുകൊണ്ട് തന്നെ അതിനെ കാത്തു സൂക്ഷിക്കാനും അതിനു വേണ്ടിയിട്ട് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തും ചെയ്യുന്ന ഒരു അപ്പിയറൻസുമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17th question ആണ്. The boy in the story, the boy who drew cats, had a terrible night in the temple. നമുക്കറിയാം The boy who drew cats എന്നുള്ള പാഠഭാഗത്തിലെ ആ ഒരു ബോയിനെ കുറിച്ചിട്ട് നമുക്കറിയാം അല്ലേ. അവർ ചെലവഴിച്ചത് ആ രാത്രി ആ ഒരു ടെമ്പിളിൽ വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു അനുഭവത്തിലൂടെയാണ് അവർ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. He understood the words of the priest, avoid large places, keep too small. So he decided to write a letter to the priest about his experience in the temple. Prepare the likely letter. എന്താണ് അവനക്ക് ആ ഒരു പ്രീസ്റ്റ് പറഞ്ഞിട്ടുള്ള അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ എന്നുള്ള ആ ഒരു വേർഡ് അവനക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? ആ ടെമ്പിളിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എല്ലാം വെച്ചുകൊണ്ട് പ്രീസ്റ്റിന് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. ആ ലെറ്ററാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൊടുക്കാം. ഫ്രം ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. Dear Honorable Priest, okay? I hope this letter finds you well. I am writing to you after a night I will never forget, one that has taught me the true meaning of your wise word, avoid large places, keep to small. എന്താ പറയുന്നത്? ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ വാക്കിൻ്റെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ടാണ്. ആ വാക്കാണ് അവോയ്ഡ് ലാർജ് പ്ലേസസ് കീപ് ടു സ്മോൾ എന്നുള്ളത്. ആഫ്റ്റർ ഐ ലെഫ്റ്റ് ദ ടെമ്പിൾ വേർ യു ഗൈഡഡ് മീ. നിങ്ങൾ എന്നെ ടെമ്പിളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഐ ഫൗണ്ട് മൈ സെൽഫ് ഇൻ എൻ ഓൾഡ് അബോണ്ടൻറ്റ് ടെമ്പിൾ വേർ ഐ ഹോപ്പ് ടു സ്റ്റേ ഫോർ ദ നൈറ്റ്. ഞാൻ രാത്രി താമസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ടെമ്പിൾ തിരഞ്ഞെടുത്തു. ഫോളോയിങ് യുവർ അഡ്വൈസ്, നിങ്ങളുടെ അഡ്വൈസ് പ്രകാരം. ഐ അവോയ്ഡഡ് ദ ലാർജ് റൂംസ് ആൻഡ് ചൂസ് എ സ്മോൾ ക്ലോസറ്റ് ടു സ്ലീപ്പ് ഇൻ ഡ്യൂറിങ്. ഞാൻ അവിടെ എന്താണ് വലിയ റൂമൊന്നും ഞാൻ തിരഞ്ഞെടുക്കാതെ വളരെ ഒരു ചെറിയ റൂമായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്യൂറിങ് ദ നൈറ്റ് ഐ ഹേർഡ് എ സ്ട്രേഞ്ച് നോയ്സസ് ഷഫിളിംഗ് ആൻഡ് എ ടെറിഫൈങ് ഗ്രൗൾ ആങ്കറിങ് ത്രൂ ദ ലാർജ് എംറ്റി ഹോൾസ്. അപ്പോൾ എന്താണ് ഞാൻ അവിടെ നിന്നും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള നോയ്സസും അതുപോലെ തന്നെ വളരെ പീരിപ്പെടുത്തുന്ന വളരെ എക്കോയും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു.
I heard a pounded in fear, but I stayed a hidden, recalling your warning. പക്ഷെ എന്താണ്, ശരിക്കും എനിക്ക് പേടിയൊക്കെ തോന്നിയിരുന്നെങ്കിൽ പോലും ഞാൻ അവിടെ തന്നെ താമസിച്ചു. നിങ്ങളുടെ ആ ഒരു വാണിംഗ് ഞാൻ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. I fell asleep despite the sound, drawing cats on the walls with the ink brush I carried. എന്താണ്, എനിക്കപ്പോൾ ഉറങ്ങാനൊന്നും പറ്റിയില്ല ആ സൗണ്ടൊക്കെ കേട്ടിട്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ കുറച്ച് കാറ്റിൻ്റെ പിക്ചർ ഞാൻ ആ വാളിൽ വരച്ചിട്ടുണ്ടായിരുന്നത്, കാരണം എൻ്റെ കയ്യിൽ ബ്രഷൊക്കെ ഉണ്ടായിരുന്നു. വെൻ മോർണിംഗ് കെയിം, അങ്ങനെ രാവിലെ വന്നു. ഐ സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദ സ്മോൾ ക്ലോസറ്റ് ടു എ ഷോക്കിംഗ് സൈറ്റ്. അങ്ങനെ എന്താണ്, അപ്പോഴാണ് ഞാൻ ആ ഷോക്കിംഗ് ആയിട്ടുള്ള ആ ഒരു ചിത്രം ഞാൻ അവിടെ കണ്ടത്. The monstrous creature that had entered the temple was dead. എന്താണ്, ആ മോൺസ്ട്രസ് ക്രിയേച്ചർ അവിടെ ചത്തു കിടക്കുന്നതായിട്ട് അപ്പോഴാണ് എനിക്ക് ആ ഒരു അമ്പലത്തിൽ കണ്ടത്. ഇറ്റ് വാസ് ദെൻ ഐ റിയലൈസ് ദാറ്റ് ദ കാറ്റ്സ് ഐ ഹാഡ് ഡ്രോൺ had come to life and I fought the goblin cat that had terrorized the temple for so long. എന്താണ്, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗോബ്ലിൻ റാറ്റ് എന്താ സംഭവിച്ചത്, റാറ്റ് വന്നിട്ട് ആ കാറ്റ് ആ റാറ്റിനെ പിടിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു സംഭവമാണ് എനിക്ക് ഇവിടെ മനസ്സിലായിട്ടുള്ളത്, അതാണ് ഇവിടെ നടന്നത്. യുവർ അഡ്വൈസ് സേവ്ഡ് മീ, നിങ്ങളുടെ ഉപദേശം എന്നെ സേവ് ചെയ്തു. ഫോർ ഹാഡ് I been in a large space, I might not have survived the night. എന്താണ്, നിങ്ങളുടെ ആ ഒരു അഡ്വൈസ് കൊണ്ട് എന്താ ഉണ്ടായത്, എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു, എനിക്ക് രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ലാർജ് പ്ലേസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ആ സ്മോൾ പ്ലേസിലേക്ക് വന്നതും ആ രാത്രി അവിടെ താമസിച്ചതും ഇത്രയൊക്കെ സർവൈവ് ചെയ്തതും. ഐ ആം എറ്റേൺലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ വിസ്ഡം ആൻഡ് ഗൈഡൻസ്. നിങ്ങളുടെ ആ വിസ്ഡത്തിനും നിങ്ങളുടെ അറിവിനും നിങ്ങളുടെ ഗൈഡൻസിനും ഞാൻ വളരെയധികം നന്ദിയുള്ളവനായിരിക്കും. ഐ നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ വേർഡ്സ് വേർ നോട്ട് ജസ്റ്റ് എ വാർണിംഗ് ബട്ട് എ ബ്ലെസ്സിങ് ദാറ്റ് എ പ്രൊട്ടക്ഷൻ മീ. എനിക്കറിയാം നിങ്ങളുടെ വാക്ക് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്കൊരു വാർണിംഗ് ആയിരുന്നില്ല, അതെനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്. വിത്ത് ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആ ലെറ്റർ എഴുതേണ്ടത്. ദ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻസ് 18-20 ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ്. ഇവിടെ 18-20 ഏതെങ്കിലും ഒന്നിനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. 18-ാമത്തേത്, വെലസ്കോ ഹാഡ് എ നാരോ എസ്കേപ്പ് ഇൻ ദ സ്കീ. എന്താണ്, വെലസ്കോ വളരെ നേരിയ രീതിയിലായിരുന്നു ആ സീയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഒരു തുണി എന്താ പറയുക, ഇലനാരിഴക്ക് എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ. When he reached the shore, he narrated his experience of the shipwreck to one of the villagers there. Prepare the likely narrative. അങ്ങനെ അദ്ദേഹം ആ വില്ലേജിലെ ഒരാളുമായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുകയാണ്. അതാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആസ് ഐ സിറ്റ് ഹിയർ ഡ്രഞ്ച്ഡ് ആൻഡ് എക്സ്ഹോസ്റ്റഡ്. എന്താണ്, ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ വളരെ ഡ്രഞ്ച്ഡും വളരെ എക്സ്ഹോസ്റ്റഡുമാണ്, ക്ഷീണിതനുമാണ്. ഐ ക്യാൻ ഹാർഡ്ലി ബിലീവ് ഐ സർവൈവ്ഡ്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെയാണ് അത് സർവൈവ് ചെയ്തത് എന്ന്. ദ സ്റ്റോം ഹിറ്റ് വിത്തൗട്ട് വാർണിംഗ്, ഫയർസ്, വിൻഡ്സ് ആൻഡ് ടൗറിംഗ് വേവ്സ് ഷൂക്ക് ദ ഷിപ്പ് വയലറ്റ്ലി. ഇൻ മൊമെന്റ്സ് ദ വെസൽ വാസ് എ swallowed by the sea and I was thrown overboard. I clung to debris, frightened and a freezing water and a pounding rain. Hours passed as I struggled to stay afloat, with my strength fading. Just when I thought it was over, I spotted land. Pushing through the relentless waves, I reached the shore, collapsing in exhaustion. The sea almost claimed me, but somehow I survived against all odds. എന്താണ്, അദ്ദേഹം അവിടെ നടന്ന ആ കാര്യങ്ങളൊക്കെ കൂടി വിശദീകരിച്ച് പറയാണ്. അവിടെ ഇങ്ങനെ ഉണ്ടായി, മഞ്ഞുമലയിൽ തട്ടി, അങ്ങനെ അതാകെ ഉലഞ്ഞു, എന്നിട്ട് ഞാൻ വെള്ളത്തിലായി എന്നൊക്കെ പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ നെറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 19-ാമത്തെ ക്വസ്റ്റ്യൻ, Tyler tactfully solved the problems that he faced in the palace of the Archduke of Battenberg. എന്താണ്, ടൈലർ നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ബാറ്റൻബർഗിൻ്റെ ആ പാലസിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസിനെയും സോൾവ് ചെയ്തു. When he reached home, he decided to pour his feeling and experience in the form of a diary entry. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം തീരുമാനിച്ചു എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് എഴുതാമെന്ന്, ഒരു ഡയറി ആയിട്ട്. പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. ആ ഡയറിയാണ് നമ്മളുടെ അടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം, നമുക്ക് ഡയറി എഴുതുമ്പോൾ നമുക്ക് ഡേറ്റ് വേണം, ഡേയും എഴുതണം. ഓക്കെ, വാട്ട് എ ഡേ, ഐ ബേർലി എസ്കേപ്ഡ് ദ പാലസ് ഓഫ് ദ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് വിത്ത് മൈ ലൈഫ്. എന്താണ്, ഇന്ന് എന്തൊരു ദിവസമാണ്, ഞാൻ എങ്ങനെയോ ആ ഒരു ആർച്ച്ഡ്യൂക്കിൻ്റെ പാലസിൽ നിന്നും രക്ഷപ്പെട്ടു.
ദ ഡിമാൻഡ്സ് ഓഫ് ദ കോർട്ടിയേഴ്സ് വേർ എൻഡ്ലെസ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കണക്കമറ്റതാണ്. ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡാണ്. ഈച്ച് വൺ വാണ്ടഡ് ടു ബി പെയിൻറ്റഡ് ആസ് സം വൺ ദേ വേർ നോട്ട്. അവരെങ്ങനെയാണോ ഇല്ലാത്തത് അതുപോലെ അത് ഇല്ലാത്ത രീതിയിൽ, അഥവാ ഇപ്പോൾ പല്ലില്ലാത്തവർക്ക് പല്ലുള്ള രീതിയിൽ വരക്കുക എന്ന പോലെയൊക്കെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ എൽഡർലി ലേഡി ഡിമാൻഡഡ് യൂത്ത്, ദ യങ് ലേഡി പെർഫെക്റ്റ് ടീത്ത്, and every one of them threatened me if I didn't meet their impossible standards. എന്താണ് ആ എൽഡർലി ലേഡി പറഞ്ഞു, അവർക്ക് ഭയങ്കര യൂത്ത് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യങ് ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പെർഫെക്റ്റ് ടീത്ത് വേണമെന്ന്. അതുപോലെ എന്താണോ അവർക്ക് ഇല്ലാത്തത് അതൊക്കെ വേണമെന്നുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള ഓരോ സ്റ്റാൻഡേർഡ് ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേഴ്സ്റ്റ് ഓഫ് ഓൾ, ദ ആർച്ച്ഡ്യൂക്ക് ഹിംസെൽഫ് ഇൻസിസ്റ്റഡ് ദാറ്റ് എവറി ഡീറ്റെയിൽ ബി ക്യാപ്ചേർഡ് പെർഫെക്റ്റ്ലി വിത്ത് ദ ത്രീറ്റ് ഓഫ് ഡെത്ത് ലൂമിങ് ഓവർ മീ ഇഫ് ഐ ഫെയിൽഡ്. എന്താ പറഞ്ഞത്? ഇതൊക്കെ എല്ലാവരും പറഞ്ഞു. ആർച്ച് ഡ്യൂക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും പെർഫെക്റ്റ് ആയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മരണം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ഫിയർ കൺട്രോൾ മീ. പക്ഷെ എന്താണ്, ശരിക്കും എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഐ യൂസ്ഡ് മൈ വീറ്റ്. ആ സമയത്താണ് ഞാൻ എൻ്റെ ബ്രെയിനൊക്കെ ഉപയോഗിച്ചത്. ഐ പെയിൻറ്റഡ് ദം എക്സാക്ട്ലി ആസ് ദേ ആസ്ക്. അവരെന്താണോ ആവശ്യപ്പെട്ടത് അവരെ പോലെ തന്നെ ഞാൻ വരച്ചു. യൂത്ത്ഫുൾ, ഫ്ലൗലെസ്, ബ്യൂട്ടിഫുൾ. ബട്ട് വെൻ ദ കർട്ടൻ ഫെൽ ദേ വേർ ഹൊറിഫൈഡ്. പക്ഷേ എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ നല്ല ഭംഗിയിലും നല്ല യൂത്തായിട്ടൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ കർട്ടൻ നീങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു. ദെയർ ട്രൂ സെൽഫ് സ്റ്റൂഡ് ഈസ് സ്റ്റാർക്ക് contrast to their vanity. It was a risky gameable but my wit saved me today. എന്താണ്, പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവരുടെ രക്തത്തിനെ കുറിച്ചിട്ടല്ലേ. കാരണം നിങ്ങൾക്ക് നല്ല പോലെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റോയൽ ഫാമിലിയിലെ ബ്ലഡിലുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞതോട് കൂടിയിട്ട് അവരെല്ലാം നല്ല രീതിയിൽ അതിനെ കാണുകയും ചെയ്തു. ആക്ച്വലി എന്താണ്, ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു, പക്ഷേ എങ്കിലും എന്നെ അത് സേവ് ചെയ്തു എന്ന രീതിയിലാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത്, യു ആർ ദ സെക്രട്ടറി ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ് ഇൻ യുവർ സ്കൂൾ. യു ഹാവ് ഡിസൈഡഡ് ടു സ്റ്റേജ് എ പ്ലേ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇംഗ്ലീഷ് വീക്ക്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പർപ്പസ്. എന്താണ്, നിങ്ങൾ ഇംഗ്ലീഷ് ക്ലബിലെ ഒരു സെക്രട്ടറി ആണെന്ന് വിചാരിക്കുക സ്കൂളിലെ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഒരു സ്റ്റേജ് പ്ലേ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്നുള്ള സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു നോട്ടീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ ഒരു ബോക്സിലാക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ABC സ്കൂൾ ഇംഗ്ലീഷ് ക്ലബ് നോട്ടീസ്, സ്റ്റേജിംഗ് ഓഫ് ദ പ്ലേ ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്. ഡേറ്റ് കൊടുക്കുക September 10, 2024. In connection with the English Week, the English Club is excited to announce the staging of a play based on the captivating Japanese folktale, The Boy Who Drew Cats. This enhancing story of a young boy's creativity and courage will come to life on stage with the help of talented students from our school. Date, time, venue. All students and teachers are invited to join us for an afternoon of entertainment, learning and fun. Come and enjoy the show as we celebrate the spirit of storytelling. അപ്പോൾ ഇന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ് നടക്കുന്നത്. വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജപ്പാനീസ് ഫോൾക്കേറ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നിങ്ങളൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് 2 എഡിറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു തരാം. 21 എന്ന് പറയുന്നത് A വാട്ടായിട്ട് വരും, B ഒബീഡിയൻറ്റ് എന്ന് വരും, C ഡ്രോ എന്ന് വരും. 22 A വിത്ത് എന്നും B ഓൺ, C ഓഫ് എന്നുമാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.